കർണാടകയിൽ പ്രശ്നക്കാരനായ ഒരു കാട്ടാനയെ പിടികൂടുന്നതിനിടയിൽ കാട്ടാന വടങ്ങൾ പൊട്ടിച്ച് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കർണാടകയിലെ ബേലൂർ സക്ലേഷ്പൂർ മേഖലയിൽ കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലെത്തി നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരു മോഴയാനയെ പിടികൂടുവാനുള്ള ദൗത്യമാണ് ഇന്ന് പരാജയപ്പെട്ടത്. കർണാടകയിൽ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായ മേഖലയാണ് ബേലൂർ സക്ലേഷ്പൂർ മേഖല. ഇവിടെ പ്രശ്നക്കാരായ കാട്ടാനകളെ പിടികൂടുന്ന ദൗത്യങ്ങൾ നിരന്തരം നടത്തുന്ന മേഖലയാണ്. കാപ്പി ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ ധാരാളമായി ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. പക്ഷേ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു മേഖല കൂടിയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായി നടക്കുന്ന ഈ മേഖലയിൽ നിരവധി മനുഷ്യർക്കും വന്യമൃഗങ്ങൾക്കും ജീവൻ നഷ്ടമാകാറുണ്ട്. 2 വർഷം മുൻപാണ് കർണാടകയുടെ പ്രശസ്തനായ കുങ്കിയാനയായ അർജുൻ ഇവിടെ കാട്ടാനയെ പിടികൂടുന്ന ഓപ്പറേഷനിടയിൽ കുത്തേറ്റു കൊല്ലപ്പെട്ടത്. ബേലൂർ സക്ലേഷ്പൂർ മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരു മോഴയാനയെ പിടികൂടുവാനുള്ള ദൗത്യത്തിലായിരുന്നു കർണാടക വനംവകുപ്പ്. ബേലൂർ താലൂക്കിൽ കർഷകനായ രാജശെട്ടിയെ കാട്ടാന കൊലപ്പെടുത്തിയതോടുകൂടിയാണ് പ്രശ്നക്കാരനായ ഈ മോഴയാനയെ പിടികൂടുവാനുള്ള ദൗത്യം ആരംഭിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെ ആരംഭിച്ച ദൗത്യത്തിൽ ബേലൂരിൽ വച്ച് കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ചു. DFO സൗരവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കാട്ടാനയെ പിടികൂടുന്ന നടപടികൾ നടന്നത്. കുങ്കിയാനകളായ സുഗ്രീവ, ധനഞ്ജയ, അയ്യപ്പ, ശ്രീരാമ, ഏകലവ്യ തുടങ്ങിയ 6 ആനകളായിരുന്നു കാട്ടാനയെ പിടികൂടുന്ന ദൗത്യത്തിൽ പങ്കെടുത്തത്. മയക്കുവെടി കൊണ്ട് വീണ കാട്ടാനയെ വടങ്ങൾ കൊണ്ട് കെട്ടിയ ശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ച് നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിബുദ്ധിമാനായ കാട്ടാന വടങ്ങൾ പൊട്ടിച്ച് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആന കാട്ടിലോടി രക്ഷപ്പെടുമ്പോൾ സമീപത്തുണ്ടായിരുന്ന വനപാലകൾ വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പ്രശ്നക്കാരായ നിരവധി കാട്ടാനകളെ പിടികൂടി പരിചയസമ്പത്തുള്ള കർണാടക വനംവകുപ്പിന് ക്ഷീണം നൽകിയൊരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ കാട്ടാനയെ എന്ത് വില കൊടുത്തും പിടികൂടുമെന്ന ശപഥമെടുത്തിരിക്കുകയാണ് കർണാടക വനംവകുപ്പ്. ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അനുയോജ്യമായ ഒരു സ്ഥലത്തെത്തിയാൽ കാട്ടാനയെ പിടികൂടാൻ എല്ലാ തയ്യാറെടുപ്പുമായാണ് കർണാടക വനംവകുപ്പ് ഇപ്പോഴും കാട്ടിൽ തുടരുന്നത്. കൊലയാനയെ പിടികൂടി എന്ന വാർത്ത ആദ്യം പ്രചരിച്ചതോടുകൂടി സന്തോഷത്തിലായ നാട്ടുകാർ ഇപ്പോൾ അല്പം നിരാശയിലാണ്.